ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഹണി ചില്ലി PDF ആണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബീഫ് കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാലകളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇറച്ചിയിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും. എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 9 to 11 വിസിൽസ്, 9 മുതൽ 11 വിസിലുകളാണ് കുക്കറിൽ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അടിച്ചെടുത്തത് കേട്ടോ. ചില ബീഫിന് അത്രയും വേവ് വേണ്ടി വരില്ല, ചിലപ്പോൾ 12 വരെയൊക്കെ പോവാം. അപ്പോൾ അത് ബീഫ് പോലെ ഇരിക്കും. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് നമുക്ക് ഇതുപോലെ പീസുകളാക്കണം. BDFന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് രൂപത്തിലുള്ള ഒരു നമ്മളിപ്പം ഫ്രൈസൊക്കെ ഇല്ലേ, ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് പീസാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയാണ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 to 3 സ്പൂൺസ് ഓഫ് കോൺഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതിന് ഒപ്പം തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതിന് കൂടുതലും നമ്മൾ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ടിട്ട് നേരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മുരുമുരുന്ന് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ദറ്റ് ഈസ് ഹണി വിത്ത് ചില്ലി ഫ്ലേക്സ്. ഓക്കെ. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനിടുമ്പോൾ വേപ്പിലയും ഇതുപോലെ പച്ചമുളക് കീറിയതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലതാണ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സും ഹണിയും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ബിക്കോസ് അതാണ് ഹൈലൈറ്റ് ഓഫ് ദി ഡിഷ് എന്ന് പറയുന്നത്. നമ്മുടെ പേര് പോലെ തന്നെ അതാണ് മെയിൻ ആൾക്കാർ. അപ്പോൾ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഡിന്നറിനൊപ്പം ലഞ്ചിനൊപ്പം ഇപ്പോൾ ചപ്പാത്തി പൊറോട്ട അതിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഡിഷാണ്. അല്ലാതെ ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.